കോഴിക്കോട് ജില്ലയിൽ ഇന്ന് രാവിലെ പെയ്ത മഴയിലാണ് ഗതാഗത തടസ്സവും നാശനഷ്ടങ്ങളും ഉണ്ടായത്. കോട്ടുളിയിൽ വീടിന് മുകളിലേക്ക് മതിലിടിഞ്ഞു വീണ് വീട് തകർന്നു. തലനാരിഴയ്ക്കാണ് വീട്ടുകാർ രക്ഷപ്പെട്ടത്. ജസ്റ്റ് ഇങ്ങനെ വിള്ളൽ മാത്രമേ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമായിരുന്നു. പക്ഷേ ഇവിടെ അനിയനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇറങ്ങേണ്ടിയിരുന്നു. അനിയൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് പിന്നെ ഇതിങ്ങനെ തള്ളി അങ്ങനെ പോയതാ. മതിലങ്ങനെ മറിഞ്ഞ് വീട് തന്നെ. ചെക്കാട് കോയമ്പ്രം പരിസരത്ത് ഇടിമിന്നലിൽ 2 വീടുകൾക്കാണ് നാശനഷ്ടമുണ്ടായത്. 2 വീടുകളുടെയും ഇലക്ട്രിക് വയറുകൾ കത്തിനശിക്കുകയും കിണറിന്റെ ആൾമറയ്ക്കും വീടിന്റെ തറയ്ക്കും കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. വീട്ടുകാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ഇന്നലെ ഉച്ച മുതൽ തുടങ്ങിയ ശക്തമായ മഴയിൽ കൂടരഞ്ഞി കുളിരാമുട്ടിയിലെ റെഗുലേറ്റർ കം ബ്രിഡ്ജിലും സമീപത്തെ വീടുകളിലേക്കും വെള്ളം കയറി. കൊയിലാണ്ടിയിൽ ഹാർബറിൽ മത്സ്യബന്ധനത്തിന് പോയ തോണി ശക്തമായ തിരമാലയിൽ മറിഞ്ഞും അപകടമുണ്ടായി. കടലിലേക്ക് വീണ മത്സ്യത്തൊഴിലാളികളെ മറ്റ് തോണിയിലുണ്ടായിരുന്നവരാണ് രക്ഷപ്പെടുത്തിയത്. കോഴിക്കോട് നഗരത്തിലെ സ്റ്റേഡിയം ജംഗ്ഷൻ, മാനാഞ്ചിറ ബസ് സ്റ്റാൻഡ് പരിസരത്തും വലിയ വെള്ളക്കെട്ടുകളാണ് രൂപപ്പെട്ടത്. മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നെങ്കിലും ഫലപ്രദമായില്ലെന്നാണ് പരാതി. വെള്ളം ഒന്നിക്കൽ കടലിലേക്ക് പോകണോ അല്ലെങ്കിൽ പുതിയാറപ്പുഴയിലേക്ക് പോകണം. ഇത് രണ്ടിലും ഏതെങ്കിലും ഒരു സംവിധാനം ക്ലിയറെങ്കിലും ഇവിടുത്തെ ശാശ്വത പരിഹാരമാർഗം ഉണ്ടാവുള്ളൂ. വെള്ളം ഇങ്ങനെ തന്നെ നിൽക്കും. പൂവ് കംപ്ലീറ്റ് മറ്റേ കുപ്പികളെ കൊണ്ട് വേസ്റ്റിനെ കൊണ്ട് നിറഞ്ഞെടുക്കുകയാണല്ലോ. കോഴിക്കോട് വെറും 2 മണിക്കൂർ പെയ്ത മഴയിലാണ് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വെള്ളം കയറിയത്. ശുചീകരണ പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തിയെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും വെള്ളത്തിന് ഇപ്പോഴും സുഗമമായി ഒഴുകാൻ സാധിക്കുന്നില്ല. വിനോദ് മൊറാഴയ്ക്കൊപ്പം CP അഖില, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.